ഇടത് മുന്നണിയിലെ ഉഭയകക്ഷി തർക്കങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് പ്രതിപക്ഷ ഉപനേതാവ് പദവി CPIക്ക് നൽകാൻ CPM തയ്യാറാകുന്നു. നിയമസഭയ്ക്കുള്ളിൽ പ്രതിപക്ഷ നിരയിലെ ഏകോപനവും മുന്നണി ഐക്യവും ദൃഢമാക്കാനാണ് CPM ഈ നിർണായക തീരുമാനത്തിലേക്ക് എത്തിയത്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPMന് തന്നെ വേണമെന്ന ആദ്യ നിലപാടിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പിന്നോട്ട് പോയതാണ് വഴിത്തിരിവായതും. രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്ത് കടുംപിടുത്തം അവസാനിപ്പിക്കാൻ പിണറായി വിജയൻ തയ്യാറാവുകയായിരുന്നു. കെ രാജൻ പ്രതിപക്ഷ ഉപനേതാവാകും. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത തന്ത്രപരമായ നീക്കങ്ങളാണ് ഈ പദവി CPIക്ക് ഉറപ്പാക്കിയത്. മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷി എന്ന പരിഗണനയും അർഹതയും നൽകാതെ മുന്നോട്ടു പോകാനാകില്ലെന്ന് ബിനോയ് വിശ്വം വ്യക്തമായി മുന്നറിയിപ്പ് നൽകിയിരുന്നു. വിഷയത്തിൽ CPI ഉന്നയിച്ച ന്യായമായ ആവശ്യങ്ങളെ തള്ളിക്കളയാൻ CPM കേന്ദ്ര നേതൃത്വവും തയ്യാറായില്ല. മുന്നണിയിൽ അനാവശ്യ ഭിന്നതകൾ ഒഴിവാക്കാനും CPIയെ ചേർത്ത് പിടിക്കാനും കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും നിർദ്ദേശം ഉണ്ടാവുകയായിരുന്നു. പഴയ കീഴ്വഴക്കങ്ങൾ ചൂണ്ടിക്കാണിച്ച് CPIയെ ഒഴിവാക്കാൻ കഴിയില്ലെന്ന് ബിനോയ് വിശ്വം മുൻപ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. മുന്നണി മുന്നോട്ട് പോകണമെങ്കിൽ പരസ്പര ബഹുമാനവും സ്ഥാനമാനങ്ങളുടെ പങ്കുവയ്ക്കലും അത്യാവശ്യമാണെന്ന തത്വം CPM ഒടുവിൽ അംഗീകരിക്കുകയാണ്. LDFനെ ദുർബലപ്പെടുത്താനല്ല, മറിച്ച് കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് CPI ഈ പദവി ആവശ്യപ്പെട്ടതെന്ന് നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട്. എല്ലാ പദവികളും ഒരു പാർട്ടി തന്നെ കേന്ദ്രീകരിക്കുന്നത് ജനാധിപത്യപരമായ മുന്നണി മര്യാദയ്ക്ക് നിരക്കുന്നതല്ലെന്ന വിമർശനവും ഫലം കണ്ടു. ആദ്യഘട്ടത്തിൽ പാർട്ടി തലത്തിൽ മാന്യമായി കത്തുകൾ അയച്ചും നേരിട്ട് ചർച്ച നടത്തിയും വിഷയമുന്നയിച്ച കാര്യവും CPI ഓർമ്മിപ്പിച്ചിരുന്നു. പരസ്യ പ്രസ്താവന നടത്തുന്നതിന് മുൻപ് തന്നെ ആഭ്യന്തരമായി CPMനെ അതൃപ്തി അറിയിച്ചിരുന്നുവെന്ന് തെളിവുകൾ സഹിതമാണ് ബിനോയ് വിശ്വം വ്യക്തമാക്കിയത്. തർക്കങ്ങൾക്ക് പൂർണ്ണ വിരാമമിടാൻ ജൂലൈ 14-ന് ഇരു പാർട്ടികളുടെയും ഉഭയകക്ഷി യോഗം ചേരും. LDF കൺവീനർ TP രാമകൃഷ്ണൻ ബിനോയ് വിശ്വവുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് യോഗം നിശ്ചയിച്ചിരിക്കുന്നത്. 14-ന് നടക്കുന്ന നിർണായകമായ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. ചർച്ചയോടെ ഉഭയകക്ഷി തർക്കങ്ങൾ പൂർണ്ണമായും തന്നെ അവസാനിക്കുകയും വെളുത്ത പുക ഉയരുകയും ചെയ്യും. എന്തായാലും VD സതീശൻ സർക്കാരിനെതിരെ നിയമസഭയിൽ ശക്തമായ പ്രതിപക്ഷ പ്രതിരോധം തീർക്കാനാണ് CPI ധാരണ വഴിയൊരുക്കാൻ പോകുന്നത്. മുന്നണിയിലെ മുൻഗണനാ തർക്കങ്ങൾ അവസാനിക്കുന്നത് നിയമസഭയ്ക്ക് പുറത്തും LDFന് രാഷ്ട്രീയമായി തന്നെ വലിയ പ്രചോദനം നൽകും. പഴയ കീഴ്വഴക്കങ്ങൾ ഒക്കെ ചൂണ്ടിക്കാണിച്ച് CPIയെ ഒഴിവാക്കാൻ ഇനി കഴിയില്ലെന്ന് ബിനോയ് വിശ്വം നേരത്തെ പറഞ്ഞതാണ്. മുന്നണി മുന്നോട്ട് പോകണമെങ്കിൽ ഇത്തരത്തിൽ പരസ്പര ബഹുമാനം വേണം, സ്ഥാനമാനങ്ങളുടെ പങ്കുവയ്ക്കലും ഒക്കെ അത്യാവശ്യമാണ്. എന്തായാലും ആ ഒരു തത്വം ഇപ്പോൾ CPM അംഗീകരിച്ചിരിക്കുന്നു. LDFനെ ദുർബലപ്പെടുത്താനല്ല, മറിച്ച് കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് CPI ഈ പദവി ആവശ്യപ്പെട്ടിരിക്കുന്നത്. എല്ലാ പദവികളും ഒരു പാർട്ടി തന്നെ കേന്ദ്രീകരിക്കുന്നത് ജനാധിപത്യപരമായ മുന്നണി മര്യാദയ്ക്ക് നിരക്കുന്നതല്ലെന്ന വിമർശനമാണ് ഇത്തരത്തിൽ വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നത്.